ഇന്ന് കൃഷിയിടത്തിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് പയർ ചെടിയിലെല്ലാം നല്ല രീതിയിൽ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വള്ളി വീശിയാൽ ഉടനെ തന്നെ പയറിന് നമ്മൾ പന്തലിലേക്ക് കയറ്റി വിടണം. എങ്കിൽ മാത്രമേ പയർ പെട്ടെന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പയർ പടർത്തിയിരുന്നൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ബാക്കിയുള്ള പയറിൻ്റെ ഉണങ്ങിയ തണ്ടുകളൊക്കെ ഇതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്യണം. എൻ്റെ കൃഷിയിടത്തിൽ പകൽ സമയത്ത് നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷർട്ടൊന്നും ഇല്ലാതെ ഈ ജോലി ചെയ്യുന്നത്. അല്ലാതെ ബോഡി വിത്ത് മസിൽസ് കാണിക്കാനൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ ഉണങ്ങിയ പയറിൻ്റെ വള്ളികളെല്ലാം ഞാൻ ആ പന്തലിനകത്ത് നിന്ന് റിമൂവ് ചെയ്തു. അങ്ങനെ നമ്മുടെ പയർ ചെടിയുടെ പന്തലെല്ലാം ഇപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിരിക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പയറിൻ്റെ ഓരോ വള്ളികളായിട്ട് നമ്മൾ പന്തലിലേക്ക് പടർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം പയർ വള്ളികൾ പടർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിണഞ്ഞ് കുരുങ്ങിക്കിടക്കും. അതെല്ലാം നമ്മൾ പയ്യെ പയ്യെ റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നല്ലൊരു പേഷ്യൻസ് വേണം. പക്ഷേ ഇതെല്ലാം ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനാണ്. അതിനുശേഷം ഞാൻ പയ്യെ ഓരോ ഈ എക്സസ് ആയിട്ടുള്ള ഓരോ ലീവ്സ് റിമൂവ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് ലീവ്സ് കുറേ ഒഴിവാക്കി കളഞ്ഞാൽ പെട്ടെന്ന് പന്തലിലേക്ക് പയർ വളർന്ന് കയറും കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.